Hi guys, so welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ക്രിയേറ്റ് എ വിഷൻ ബോർഡ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ എങ്ങനെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഞാൻ കഴിഞ്ഞ വർഷത്തെ 2025 വിഷൻ ബോർഡ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജാണ് എങ്ങനെയാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ എവറിബഡി ഹു വാണ്ട്സ് ടു മേക്ക് ദെയർ ഡ്രീംസ് ടേൺ ഇൻ ടു റിയാലിറ്റി. അപ്പോൾ നമുക്ക് നേരെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വിഷൻ്റെ വി പോലും എനിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ പ്രൊസീജിയർ വൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗോൾസ് എല്ലാം എഴുതി വെക്കണം. ആസ് ഇൻ നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് ഫോണിൽ ചെയ്യാം, നോട്ട്സിൽ പോയിട്ട് എഴുതാം. പക്ഷേ ഐ ആം എ ജേർണൽ പേഴ്സൺ, സോ എനിക്ക് എൻ്റെ ഡയറിയിൽ എഴുതുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ നോട്ട്സിൻ്റെ ഇവിടെയാണ് എഴുതാൻ പോകുന്നത്. കുറച്ചധികം ഗോൾസ് ഉണ്ട്, സോ അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു പോയിൻ്റ് ആക്കി എടുക്കണം. അപ്പം ഒരു വർഷത്തെ മൊത്തം ആയതുകൊണ്ട് ഏകദേശം ഒരു മെയിനായിട്ടൊരു 40-45 സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, എഴുതി വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ആസ് ഐ ടോൾഡ്, ഇപ്പോൾ എനിക്കൊരു വിഷൻ ഇല്ല. പക്ഷെ 2026 എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതെല്ലാം ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഇൻഷാ അല്ലാ അതൊക്കെ റിയാലിറ്റി ആക്കണം. സോ ലെറ്റ്സ് ഗോ. ഇത് നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും, അപ്പം ഞാനിത് ടൈം ലാപ്സ് പോലെ കാണിച്ചു തരാം. ഇവിടെ തീരുന്നില്ല, സോ നമ്മൾ അടുത്ത പേജിലോട്ട് പോവുകയാണ്. ഇഷ്ടം പോലെ ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, മനസ്സിലായോ? നമുക്ക് ആഗ്രഹിക്കാം, അതിന് നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരിക്കും. സാധിച്ചാൽ മതിയായിരുന്നു. ഇത് ഞാൻ എഴുതുമ്പോൾ ചിരിച്ചെന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ക്യൂട്ട് ഗോൾ. ഉപ്പാനെ ഉമ്മാനെ സന്തോഷിപ്പിക്കുക. സോറി, ഗോൾസ് നമ്മളിങ്ങനെ വിളിച്ച് പോവാൻ പാടില്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ. രണ്ടാമത്തെ പേജിലും തീരുന്നില്ല. ഇതൊക്കെ കുറച്ച് നന്മയുടെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആസ് ഇൻ ഗോൾസ് ഏകദേശം ഇത്രയൊക്കെയായി. ഇനി നമ്മൾ ബാക്കി എന്തെങ്കിലും ഓർമ്മയിൽ വന്നാൽ നമുക്കപ്പോൾ ചെയ്യാം. സോ ഞാൻ ഇവിടെ മെയിൻ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പോയിൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഗോൾസൊക്കെ നമ്മൾ നേരെ പിൻട്രസ്റ്റിലോട്ട് പോവുക. പിൻട്രസ്റ്റിൽ കയറിയിട്ട് നമ്മൾ അതിലെ മെയിൻ വേർഡ് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഗോൾസിൻ്റെ എല്ലാ ഫോട്ടോസും നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ആക്കുക. ആസ് ഇൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു സ്ഥലം പോകണം, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബാലി, തായ്ലൻഡ്, അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾ ബാലിന്ന് സെർച്ച് ചെയ്യുക. ബാലിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഗോൾസായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പിക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ലാപ്പിൽ നിന്ന് നേരെ പിൻട്രസ്റ്റിൽ കയറി എൻ്റെ ഗോൾസിൻ്റെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ദിസ് മേ ടേക്ക് സം ടൈം, സോ ഇതും ഞാൻ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ പിൻട്രസ്റ്റിൽ നിന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് ഞാൻ എൻ്റെ ഒരു ഗോൾസ് എങ്ങനെയാണ് പിൻട്രസ്റ്റിൽ കയറി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി ഫുള്ളായിട്ട് കാണിച്ചു തന്നാൽ വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടുപോകും. സോ ഒരെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബേസിക്കായിട്ട് ഉള്ളൊരു സാധനം നമുക്ക് ചെയ്യാം. ഞാൻ ഇതുവരെ ലാപ്പിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഗോൾസ് ഈ ലാഗിനേക്കാളും വലുതായിട്ട് നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. ലാപ്പൊന്നും എടുത്ത് എറിയാൻ പാടില്ല. നമ്മളിങ്ങനെ അങ്ങ് ഇരിക്കുക. പിൻട്രസ്റ്റ് കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വെരി ക്യൂട്ട് ഒരു സൈറ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വരാവോ? സോ എൻ്റെ വിഷൻ ബോർഡിൽ ഒന്നാണ് ഡാൻസ് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തത് ലേൺ മോർ ഡാൻസ് എന്നാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യും. ഈ കുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കുട്ടിയുടെ ഡാൻസാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഇത്
സോ ഇത് നമ്മൾ മറ്റതൊക്കെ കൊള്ളാം, ഇങ്ങനെ പറക്കുന്ന കണ്ടംപററി ഡാൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മുകളിലുള്ള ഈ 3 കുത്തിൽ കുത്തുക, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക, ആൻഡ് ഡൺ, ഇറ്റ്സ് ഡൗൺലോഡഡ്. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ലാപ്പിലാണ് പിൻട്രസ്റ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ ലാപ്പിൽ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു വാട്സപ്പ് ലാപ്പിൽ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ലാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുക വാട്സപ്പിൽ. അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ ചാറ്റിൽ നിന്ന് നേരെ എടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി. അയ്യോ, ഇതിലെൻ്റെ എല്ലാ ചാറ്റും വരും. ഓ മൈ ഗോഡ്, എൻ്റെ കുൽസിതങ്ങളൊക്കെ നിങ്ങൾ അറിയും. ഇനി ഫോണിൽ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഫോണിൽ ഡയറക്റ്റ് പിൻട്രസ്റ്റ് എടുത്ത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ പ്രിൻ്ററുടെ പോയാൽ മതി. ഞാൻ ലാപ്പിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കാനാണ്. യൂഷ്വലി ഞാൻ ഫോണിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ലാപ്പ് പൊടി തട്ടി പോലും എടുക്കാറില്ല. സോ അതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പം നമുക്കിപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗോൾസ് ആദ്യം നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് നേരെ നിങ്ങളിങ്ങനെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സ്റ്റെപ്പിലും പിന്നെ പറയാം. ഡ്രീംസ് മൊത്തം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റെഡി ആയിട്ട് പ്രിൻ്റ് ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താം. ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. മുടി ഇങ്ങനെ നടുക്കുന്ന വകയുക, എന്നിട്ട് നമ്മളിങ്ങനെ ക്യൂട്ടി പശുവിനെ പോലെ ഉണ്ട്. എൻ്റെ മുടി എഴുതുന്ന വലിച്ചിടുക. സെൽഫ് ലവ്. മുടിയിൽ ആ കൊമ്പ് വെച്ചത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെയാണ്, പുതിയ എന്ത് സാധനം ട്രൈ ചെയ്താലും കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും മടുപ്പടിക്കും. ബൈ ദ വേ, ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലോ. ജീവിതത്തിൽ പുതിയ ആൾ വന്നതിൻ്റെയാണ്. വാ ചേട്ടാ, വീഡിയോ ചേട്ടൻ നാണമാണ് കേട്ടോ. പട്ടിയില്ല ദൈവമേ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വിഷനും ഇല്ലാത്ത ഇവളും വരുന്നു. ഇവളെക്കാളും നല്ല വിഷനുള്ള ഇരിക്കാണ്. കട്ട് ചെയ്യാം. എന്ത് വേണമെന്ന്? ചെടിയോ? എന്തിനാ? ചെടിയൊന്നും ഇല്ല മമ്മി, ആവുന്നല്ല. കാര്യം നടത്തുന്നവർക്കൊന്നും ഒരു വിലയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മിക്കൊക്കെയെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, അത് അപ്പോൾ സാധിച്ചെടുക്കുന്നു. നമ്മളൊക്കെ വർഷം ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നടത്തിയെടുക്കുന്നവർക്കൊന്നും ഒരു വിലയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ചെടിക്കടയാണ് മമ്മിയുടെ ലോകം എന്നെനിക്ക് മനസ്സിലായി. മക്കളൊന്നും അല്ല. കട്ട്. പ്രിൻ്റ് എടുത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് താമസിച്ചെങ്കിലും സീനില്ല. നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അതായത് നിങ്ങൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന സാധനം, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന സംഭവം എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബോർഡ് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ബ്ലാക്ക് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ജീവിതം കരി പിടിച്ച പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലോട്ട് വെള്ള പൂശാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എൻ്റെ കൂടെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു യുവതിയും കൂടെ വരുന്നുണ്ട്. രണ്ട് കരിച്ചാർട്ടുകളാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചില്ലറ മാനിഫെസ്റ്റേഷൻ അല്ലേ, കുറച്ചധികം ഇവർക്ക് കൂടുതൽ ബുക്ക് പോലെയാണ്. 2026 ഇത്രയൊന്നും നിങ്ങൾ വാങ്ങിച്ച് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ പറ്റാവുന്നതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പം ഇതാണ് ചാപ്റ്റർ. ഓക്കെ, ഇനി ഇതിലോട്ട് ഇതവിടെ സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം നമ്മൾ പ്രിന്റ് എടുത്തു വന്ന സാധനങ്ങൾ ഇതെല്ലാം വെട്ടണോ? അതെല്ലാം വെട്ടണം. ഇത്ര മാനിഫെസ്റ്റ് ചെയ്യണ്ട. വെട്ടണം മത്തിയാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അല്ല, കത്രിക കുഴപ്പമില്ല. കട്ട്. സോ ക്യൂട്ട്. അത്രക്ക് വെച്ച് കുത്ത് ഞാൻ പെങ്ങക്കെട്ടൊരു കുത്തു കൊടുത്ത് നമുക്ക് വിൻ ചെയ്യാം. തൊടുപുഴ ജില്ലയിൽ ഏട്ടത്തി അനിയത്തിയെ
കത്രിക വെച്ച് കുത്തിക്കൊന്നു ഒരു വീഡിയോയുടെ പേരിൽ. ആഗ്രഹങ്ങൾ കൂടുമ്പോൾ പെട്ടെന്ന് നട്ടാൻ പറ്റും. ആരുടെയാണ് കൈ പിടിക്കുന്നത് നീ? എടി ആ കൈ പിടിക്കുന്ന ഫോട്ടോ എനിക്കുണ്ട്. നീ എന്താണ് കൈ പിടുത്തത്തിൽ ഉദ്ദേശിച്ചത്? റൊമാൻറ്റിക് ലൈഫാണോ? പറ. കൈ പിടിക്കുന്ന 2 യുവാക്കൾ. നീ എന്താണ് ഉദ്ദേശിച്ചത്? യുവാക്കളല്ല, ഒരു യുവതി ഒരു യുവാവാണ്. ഓക്കെ, അപ്പൊ താങ്കൾ റൊമാൻറ്റിക് ലൈഫാണ് ഉദ്ദേശിച്ചത്. ഞാൻ കൈ പിടിക്കുന്നതിനോട് ഉദ്ദേശിച്ചത് കടം കൊടുക്കരുത്, ഒരു തെണ്ടിക്കും. 2 ഡിഫറെന്റ് നോട്ടിലാണ് കൈ പിടിക്കുന്നത് പോകുന്നത്. സഹായിക്കരുത്, ഒരാളെ സഹായിക്കരുത്. ഇത് അതിന്റെ കൈ പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? പിടിച്ചാ ഞാൻ പിടിച്ചു പിടിച്ച ഇത്രയും രക്ഷപ്പെട്ടത് പൊന്നെ. രക്ഷപ്പെട്ടു. ജോസ് വെട്ട ജീവിതത്തിൽ നിന്ന് റെഡ് ഫ്ലാഗ്സിനെ ഒഴിവാക്കുക. നീ ഇരി വീഡിയോ നടുക്ക് വിട്ട് ഞാൻ. പക്ഷെ ചില പ്രത്യേക എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. കുടുംബത്തിലൊക്കെ റെഡ് ഫ്ലാഗ്സ് ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ തോന്നുവാണ് ഇത്രയും വിഷൻസ് വേണ്ടായിരുന്നു എന്ന്. വെട്ടി മടുത്തു. എൻ്റെ വിഷൻ ബോർഡിൽ ഒരു ഇമേജ് വരാനുണ്ട്, അത് നിങ്ങൾക്ക് അത് ഞാനിവിടെ ഫ്ലെക്സ് ചെയ്യും. അത് ഒട്ടിച്ചാൽ തീർന്നു. നീ ഞാനും തമ്മിലുള്ള ബന്ധം അന്ന് തീർന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആ ഇമേജ് കണ്ട് ഞാൻ ഞെട്ടി പുളകിതയായിട്ട്. അത് വിഷൻ ബോർഡിൽ ഒട്ടിച്ചാൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ട്രെൻഡിങ്. ഡിഫമേഷൻ കേസോ? പേടിക്കണം. കണ്ടോ, ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കൈ കൊടുക്കുന്ന ചിത്രം. കടം കൊടുക്കുന്നുണ്ടോ? ഒരിക്കലില്ല. ഈ വീഡിയോ കാണുന്ന ഞാൻ കടം കൊടുത്ത ഏതെങ്കിലും തെണ്ടികളുണ്ടെങ്കിൽ തിരിച്ചു താഴെ എൻ്റെ പൈസ, പട്ടികളെ. പല മേഖലയിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, കോൾ, ഇമെയിലേ ഉള്ളൂ. ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? ഇത് അറിയണം സുഹൃത്തുക്കളെ. തിരിച്ചു കിട്ടിയോ? ഇല്ല. അതോടെ ആ പ്രസ്ഥാനം ഞാനങ്ങ് നിർത്തി. ഞാൻ ഇനി പലിശയ്ക്ക് പൈസ കൊടുക്കുന്നത്. ഹറാമില്ലാത്ത ജീവിതം. This is nice. Wake up, work out, look hot. പലതും പറയും. എനിക്ക് നിങ്ങളോട് ഇത്ര പറയണം. വേക്ക് അപ്പ്, വർക്ക് ഔട്ട്, ലുക്ക് ഹോട്ട്. അവിടെ തന്നെ അത്. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, ഹെൽത്തി സോൾ. ഓ അവർക്ക് പറ്റും. നമ്മൾ ഇച്ചിരി പറഞ്ഞാൽ പറ്റില്ല. അതിന്റെ അപ്പുറത്തുണ്ട്. പൈസ കൊടുത്താൽ അല്ല, പൈസ ഉണ്ടെങ്കിൽ ബഹുമാനം കിട്ടും. എനിക്ക് ആ ബഹുമാനം വേണ്ട. പൈസ എനിക്ക് തന്നത് നീ കൂടെ എന്നെ ഊറ്റാനുണ്ടോ? എൻ്റെ ജീവിതത്തിൽ വന്ന പലരും ഊറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. കാറോ, ഒരു പറമ്പ്, ഒരു സ്ഥലം, വീട്. ധനനഷ്ടം സഹിക്കാം, കാരണം അത് നമുക്ക് മാറി കിട്ടും. ധനനഷ്ടം സഹിക്കൂല മക്കളെ. Make it happen, girl. Shock everyone. Way to go, girl. Slay. ഈ വർഷം ഷോക്ക് ആയത് ഞാനാണ്. Done and dusted. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു മടിച്ചിയാണെന്ന്. സത്യം പറഞ്ഞാൽ മടി കൊണ്ടല്ല. എനിക്ക് ഇന്നലെ ജിമ്മിൽ ലെഗ് ഡേ ആയിരുന്നു. എൻ്റെ കാല് ഇല്ലയെന്ന് എനിക്ക് തോന്നിപ്പോയി എൻ്റെ ശരീരത്തിൽ. അങ്ങനെയാണ് ഞാൻ വന്ന് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എങ്കിരുന്നാൽ പോലും നമ്മളിവിടെ ഇപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ വിഷൻസ് എല്ലാം കൂടെ ഈ ചാർട്ടിൽ തികയുന്നില്ല. അപ്പം ഇനി അത് വെട്ടിച്ചുരുക്കണം. അതായത് സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ചാർട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മളിത് ഒട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ വിഷൻ ബോർഡ്, ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബോർഡ് നമ്മൾ വോളിൽ ഫിക്സ് ചെയ്യാനുള്ളതിലോട്ട് നമ്മൾ ഈ സാധനം എടുത്ത് ഒട്ടിക്കുക. ഫൈനൽ സ്റ്റെപ്പാണ് ഏറ്റവും ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യാം.
കുറച്ച് ടൈം എടുക്കും കേട്ടോ. സോ എന്തിനാണ് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഇസ് ബിലീഫ് ഇസ് ദ മെയിൻ പോയിന്റ് ഓഫ് എ വിഷൻ ബോർഡ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് അത് നടക്കും എന്ന് വിശ്വസിക്കുക, അപ്പോൾ അത് നടന്നിരിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ഇത് തികഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ തികയാത്ത സമയത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൂഞ്ചു. ഫാൻ ഓഫ് ചെയ്യാം, അതാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇനി ഇത് പറക്കുന്നത് എനിക്കൊന്ന് കാണണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. ദിസ് ഈസ് ആക്ച്വലി സോ ക്യൂട്ട്. എന്നെ ഇഷ്ടമുള്ളവരൊക്കെ വിഷൻ ബോർഡ് ചെയ്യണം കേട്ടോ. ബിക്കോസ് ഐ റിയലി വോണ്ട് എവറിബഡി ടു ഡു ഗ്രേറ്റ് ഇൻ ലൈഫ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻഡ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ യു ഷുഡ് ടെക്സ്റ്റ് മീ. ഞാൻ അന്ന് അങ്ങനെ നിങ്ങൾ പറയുന്ന കേട്ട് ചെയ്തു, ആൻഡ് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ഫീൽ റിയലി ഹാപ്പി. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓൾമോസ്റ്റ് ഡൺ. ഏകദേശം സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒട്ടിച്ച് വരുമ്പോൾ അറിയാം എന്താവുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒട്ടിക്കാം. ഒട്ടിക്കുന്ന ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല, ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന അറേഞ്ച് ചെയ്യുന്ന കാണിച്ചത്. ഇനി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്ലുക്ക് കാണിച്ചു. എൻ്റെ അമ്മ. അങ്ങനെ 1 eternity later ഞാൻ എൻ്റെ വിഷൻ ബോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഹിയർ വി ഗോ. ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നമ്മുടെ എല്ലാ വിഷനും നമ്മുടെ മനസ്സിൽ വേണം. സോ ഐ ഫീൽ സോ ഹാപ്പി. നല്ല രസമില്ല കാണാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ എവിടെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനെ എൻ്റെ ബെഡിൻ്റെ അവിടെ വേണമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്തത്. ഇനി ഞാൻ അവിടെ നിന്നും കുറച്ച് ലൈറ്റൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കും. സോ അമ്മേ, ഐ ഡിഡ് ഇറ്റ്. അപ്പം ടു എവറിബഡി വാച്ചിങ് ദിസ്, നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എന്താ പറയുക, ഐ എം സോ ഹാപ്പി. ഇനി നമുക്ക് റുക്സായുടെ റിയാക്ഷൻ എടുക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യണവർ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലാണ്ട് ചെയ്തതാണ്. സോ ഇനി നമുക്ക് റുക്സായുടെ റിയാക്ഷൻ എടുക്കാം. വാ, അവളുടെ ബോർഡ് ഇവിടെ ഇരിക്കുക കേട്ടോ. ചെയ്തിട്ടില്ല, മടിച്ച് കൊടുക്കാം. വാ വാ വാ. എന്താ ആ ചുമരിലോട്ട് പോയി നോക്കൂ. റിയാക്ഷൻ എടുക്കട്ടെ. സ്റ്റിച്ചോണ്ട് ഞാൻ ഇരിക്കുന്നു. എവിടെ ദേ അങ്ങനെ ഒന്ന് ചിരിക്കൂ. ഇനി വേറൊരു സാധനം കാണിച്ചട്ടെ. വിഷനില്ലേ എനിക്ക്? പോയി ചേടി. 55 വിഷനാണ് സുഹൃത്തുക്കളെ. എടുക്ക് ബോർഡ് എടുക്ക്. ഇവിടുന്ന് എടുക്ക്. അതിൽ നിന്നും മോട്ടിവേഷൻ കണ്ടെത്തി. അല്ല, സ്വന്തമായിട്ട് എനിക്ക് മോട്ടിവേഷൻ ഉണ്ട്. എൻ്റെ എന്താ ഞാൻ പറയാൻ വന്ന പ്ലാനിങ്ങും ഒരു വിഷനും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ 2025 മൂഞ്ചി. ഞാൻ അടപടലം പെട്ടു. ഒരു വിഷന്റെ കുറവുണ്ടായിരുന്നു. അതിനാൽ ടാറ്റ, ഗുഡ് ബൈ. ഒരു വിഷൻ ഉണ്ടാക്കിയിരിക്കും ഈ വർഷം. എൻ്റെ അത് എൻ്റെ വിഷന്റെ സ്റ്റാർട്ടിങ് അങ്ങനെ 2026 is my year. 1xbet എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ അതിലൊന്നും നിങ്ങൾ കയറരുത്. അങ്ങനത്തെ സൈറ്റിലൊന്നും കയറി നിങ്ങളുടെ പൈസ കൊണ്ട് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
സോ ഇതാണ് അവർ പറയുന്ന എൻ്റെ പ്രോമോ കോഡ് എന്ന് പറയുന്ന സാധനം. ഇതിൽ നിങ്ങൾ കെയർ എടുത്ത് ദയവ് ചെയ്ത്. ആൻഡ് ഓൾസോ ഇതിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല ക്യാഷ് ബാക്ക് ഉണ്ട്, പിന്നെ പ്രൊമോഷൻസ്, ബോണസ്, ബെനിഫിറ്റ്സ് ഇതൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ല. സോ ഇങ്ങനത്തെ സംഭവത്തിൽ നിങ്ങൾ കയറാണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റ ബൈ ബൈ. റുക്സായുടെ വിഷൻ ബോർഡാണ് ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും.